യൂട്യൂബിൽ ഇത്തരം വീഡിയോകളുമായിട്ട് ചുറ്റി നടക്കുന്ന ആളുകളുമൊക്കെ ഇവരൊക്കെ പിന്നെ മദ്ഹബിൻ്റെ ആളുകളായിട്ടും അതുപോലെ തന്നെ അതിനൊക്കെ ഭയങ്കര പിന്നെ കാര്യമായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളൊക്കെ ആണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ മദ്ഹബുകൾ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത്? ഇവർ ഈ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളും മദ്ഹബിൻ്റെ ഈ വിഷയത്തിലുള്ള വീക്ഷണങ്ങളൊക്കെ തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ബന്ധമുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് മുസസ്സലേ. ശരിക്ക് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ കൊണ്ടു നടക്കുന്ന പിന്നെ ഓരോ ആചാരങ്ങളെയും പിന്നെ നല്ല കാര്യങ്ങളാക്കി മാറ്റാൻ അവർ കാര്യമായിട്ട് പറയുന്നൊരു വിഷയമാണ് ഞങ്ങൾ ഇന്ന മദ്ഹബ് അടിസ്ഥാനത്തിലാണ് എന്നത്. അപ്പോൾ അതിൽ പ്രധാനം നമ്മൾ കേൾക്കുക ഷാഫി മദ്ഹബ് അതുപോലെ ഹനഫി മദ്ഹബാണ്. അപ്പോൾ ഈ രണ്ട് മദ്ഹബിൻ്റെ പിന്നെ ആ വിഷയത്തിലെ നിലപാട് ഇപ്പോൾ പ്രത്യേകിച്ച് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല ആ നിലപാട് 4 അയിമത്തിൻ്റെയും നിലപാട് കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം അത് രേഖപ്പെടുത്താനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഈ സൂഫികളെ കൊണ്ടും ഷിയാക്കളെ കൊണ്ടും കടുത്ത പ്രയാസം അനുഭവിച്ച ആളാണ്. അപ്പം അന്ന് കൃത്യമായത് പരതി കണ്ടെത്തി അതിൻ്റെ വിധി ഇന്നതാണ്, മാത്രവുമല്ല ആ വിഷയത്തിലൂടെ ജനങ്ങൾ ശിർക്കിലേക്ക് എത്താനുള്ള വഴികളെ പറ്റിയൊക്കെ അതിശക്തമായ വിശദീകരണങ്ങളും മറ്റും നടത്തിയ ആളാണ് ആര്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ. അതെ. അപ്പോൾ ഷാഫി മദ്ഹബ് എടുത്താൽ അതിലേറ്റവും പ്രധാന കിതാബാണ് അൽ-ഉം എന്നുള്ളത്, ഇമാം ഷാഫി റഹിമഹുല്ലയുടെ കിതാബ്. അല്ലുമിൽ പിന്നെ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയുണ്ട്, പിന്നെ ദഫനുമായി ബന്ധപ്പെട്ട് ഖബർ അടക്കലുമായി ബന്ധപ്പെട്ടുണ്ട്. അവിടെ എല്ലാം ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞെടുത്ത് ഇവരെ വാദമല്ല, കെട്ടി ഉയർത്തണം എടുപ്പുണ്ടാക്കണം എന്ന വാദം ഒരു വാക്കുകൊണ്ട് പോലും അവിടെ അല്ല. മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ പിന്നെ എന്താണ് അന്നത്തെ പിന്നെ ഫുഖഹാക്കൾ കാണെ അവിടുത്തെ ഭരണാധികാരികൾ ഉയർത്തപ്പെട്ട ഖബറുകൾ തകർക്കുകയാണ്. ഫുഖഹാക്കൾ അത് കാണുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഇസ്ലാമിൻ്റെ ഒരു കാര്യമായിരുന്നെങ്കിൽ അവരെന്താ പറയണ്ടേ? ചെയ്യാൻ പാടില്ല. അതെ. ഇനി ഇമാം നവവി റഹിമഹുല്ലയുടെ ഷറഹ് മുസ്ലിം എടുത്താലും ഷറഹ് മുഹദ്ദബ് എടുത്താലും ഈ കാര്യം നമ്മൾ കാണുള്ളൂ.